ഹായ് ഗായ്സ്, നിങ്ങൾ വിചാരിക്കും ഞാൻ എങ്ങോട്ടായി നടന്നു പോകുന്നതല്ലേ? കുറേ ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനെ വിചാരിക്കുകയാണേ, എമ്പുരാൻ എമ്പുരാൻ എല്ലാവരും ഇങ്ങനെ വാതോരാതെ പറയുമ്പോൾ എമ്പുരാൻ കണ്ടു, എമ്പുരാൻ കാണണമെന്നൊക്കെ. അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഒരു തീരുമാനത്തിലെത്തി. ഇന്ന് രാവിലെ പെട്ടെന്നുണ്ടായൊരു തീരുമാനം കേട്ടോ, നമുക്കൊന്ന് എമ്പുരാൻ കാണാൻ പോയാലോ. അന്നപ്പം ഞാൻ അത് എൻ്റെ കൂട്ടുകാരി റബീനയോട് പറഞ്ഞു. അപ്പം റബീന പറഞ്ഞു, ഓക്കെ നമുക്കെന്നാൽ പോവാം, ഒന്ന് കാണാമല്ലോ എമ്പുരാൻ്റെ ഒരു എല്ലാവരും എമ്പുരാൻ എന്ന് പറയുമ്പോൾ എല്ലാവരും കോരിത്തരിച്ചിരിക്കുകയല്ലേ. അപ്പം നമ്മളൊക്കെ ഒന്ന് പോവാമെന്ന് പറഞ്ഞ് റബീനേൻ്റെ മോൻ അവിടെ പോയി ടിക്കറ്റ് എടുത്ത് വെച്ചു. 6 മണീൻ്റെ ഷോയ്ക്കാണ് കേട്ടോ ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. അപ്പം ഞങ്ങളൊരു 5:15 ഇവിടുന്ന് ഇറങ്ങി. ഇവിടുന്ന് ഇറങ്ങാൻ നേരത്താണെങ്കിൽ ഭയങ്കര മഴ, അതോ ഇടിവെട്ടിയ മഴ. ഞാൻ വിചാരിച്ചു, ഈശ്വര ഇന്നിപ്പം ഇത് കാണാൻ പറ്റില്ലല്ലോ ഈശ്വര എന്ന്. ദൈവസഹായം കൊണ്ട് ഉടുത്തൊരുങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പം മഴയെല്ലാം പോയി. പിന്നെ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, അതൊന്നും വക വെക്കാതെ ഒരു കുടയെടുത്തിട്ട് അങ്ങ് നടന്നു. പിന്നെ ബസ് സ്റ്റോപ്പിലെത്തി, ബസ് കയറി, അവിടെ പോയി ഇറങ്ങി. അവിടുന്ന് കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ ഒത്തിരി റീൽസ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ചായക്ക് ഓർഡർ ചെയ്തു, ചായ കുടിച്ചു. സൂപ്പർ ചായ കേട്ടോ. അല്ലെങ്കിലും ആ തിയേറ്ററിലെ പിസി തിയേറ്ററിലെ ചായ അതേ കോഫി നല്ല ടേസ്റ്റാണ്. അപ്പം ചായ ഓർഡർ ചെയ്തു. അവൾ കുടിച്ചിട്ടില്ല, അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു ചായ ഓർഡർ ചെയ്തു, ചായ മാത്രം. അത് കുടിച്ചു. അത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് പോയി ഞങ്ങളെ സീറ്റ് കണ്ടുപിടിച്ചു. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസ് എടുക്കലാണ് എൻ്റെ ഒരു ഹോബി. റീൽസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് സിനിമ തുടങ്ങിയപ്പോൾ എന്താണ്, നമ്മളാ എമ്പുരാൻ്റെ ത്രില്ലിലെങ്ങനെ ഇരിക്കുകയല്ലേ, വല്ലാത്തൊരു ത്രില്ലല്ലേ എമ്പുരാൻ എന്ന് കേൾക്കുമ്പോൾ. അപ്പം അങ്ങനെ അങ്ങ് ഇരിക്കുമ്പം സിനിമ തുടങ്ങി. എന്താണ്, വെടിവെപ്പ്, എന്താ പറയുക, വെടിവെപ്പ്, തീയിടൽ, കരച്ചിൽ, ബഹളം, പിന്നെ ചോരയൊലിക്കുന്നു, പിന്നെ കത്തിക്കുത്ത്, എന്തൊക്കെയോ അവിടെ നടക്കുന്നു. നമുക്ക് ഇൻ്റർവെൽ വരെ ഒന്നും മനസ്സിലാവില്ല എന്താണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും ഈ എമ്പുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ത്രില്ലടിക്കുന്നത് എന്താണെന്ന്. പിന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ പറയുന്ന പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ എമ്പുരാൻ ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നു. കാരണം തിയേറ്ററിൽ ഫുള്ളും പുരുഷന്മാരായിരുന്നു. അപ്പം അങ്ങനെ എമ്പുരാൻ കണ്ടു, ഒരു തീരുമാനമായി. സൂപ്പർ.